അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. വേങ്ങര ദാറുൽ ഹദീസിന് കീഴിൽ സുന്നത്ത് ജമാഅത്ത് ഓൺലൈൻ ആദർശ കോഴ്സിന് സമാരംഭം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ പദ്ധതി പൂർണ്ണോപരി വിജയത്തിൽ എത്തിച്ചു നൽകുമാറാകട്ടെ. ആദ്യമായി നമുക്ക് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് പരിചയപ്പെടാം. വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയുടെയും സ്വഹാബി സമൂഹത്തിൻ്റെ ജീവിത രീതിയുടെയും അവകാശികൾ എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തും അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഉകളും താബിഉകളിൽ നിന്ന് ദീൻ പഠിച്ച തബഉ താബിഉകളും അവരെ തുടർന്ന് മുസ്ലിമീങ്ങൾ ജീവിച്ചു പോരുന്ന പാത, അതാണ് വിശുദ്ധ ഇസ്ലാം. അതിൻ്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു പ്രയോഗം എന്ന് മുതലാണ് ആരംഭിച്ചത് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. സൂറത്തു ആൽ ഇമ്രാനിലെ 106-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, യൗമ തബിയല്ലു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹുൻ. ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസം എന്നാണ് അർത്ഥം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, യഗ്നി തബിയുല്ലു വുജൂഹു അഹ്ലി സുന്ന വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അ. മുഖം കറുക്കുന്നത് പുത്തനാശയക്കാരുടെയും മുഖം വെളുക്കുന്നത് അഹ്ലുസുന്നയുടെയുമാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇതേ വിശദീകരണം തന്നെ റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും നൽകുന്നുണ്ട്. അപ്പോൾ നബി തങ്ങൾ തന്നെ അഹ്ലുസുന്ന എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ മിഷ്കാത്തിൻ്റെ ശറഹിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോടുള്ള ചോദ്യമാണ്. എന്താണത്? അൻ അലാമാത്തി അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടയാളം എന്താണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 2 ശൈഖന്മാരെ നീ ഇഷ്ടം വെക്കലാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരുടെ അടയാളം പറയാണ്. 2 ശൈഖൈനി എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും, അവരെ നീ ഇഷ്ടം വെക്കലാണ്. 2 മരുമക്കളെ, നബി തങ്ങളുടെ 2 മരുമക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും, അവരെ നീ ആക്ഷേപിക്കാതിരിക്കലാണ്. അതുപോലെ വതംസഹ അലൽ ഖുഫൈൻ, 2 ഖുഫയുടെ മേൽ തടവലുമാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, അവരുടെ അടയാളം ഇതാണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസും നമുക്ക് കാണാം. അപ്പോൾ നബി തങ്ങളും സ്വഹാബത്തും ആ ഒരു കാലത്ത് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിനൊക്കെ പുറമെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വ ഇന്ന ബനി ഇസ്രാഈല, ബനു ഇസ്രാഈലേര് അവർ തഫറഖത്ത് അലാ സിൻതൈനി വസബഈന മില്ല, അവർ 72 വിഭാഗമായിട്ട് വേർപിരിഞ്ഞു. വസതഫ്തരികു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് വേർപിരിയും അലാ സലാസിൻ വസബഈന മില്ല, 73 വിഭാഗമായിട്ട്. കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴിച്ച്.
ഖാലു, അപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം ചോദിക്കുകയാണ്, മൻഹിയ യാ റസൂലല്ലാഹ്, നബിയെ ആ ഒരു വിഭാഗം ആരാണ്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു പാതയിലാണോ ഉള്ളത് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. മഹാനായ ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഉൽ ഗാഫിലീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സമയത്ത് അവിടെ പറയുന്നത് ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകളാണ് എന്നാണ് പറയുന്നത്. അവിടെയും ആ പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. അൽ ഫിർഖത്തു നാജിയ, രക്ഷപ്പെട്ട ഒരു വിഭാഗം. 73 വിഭാഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വിഭാഗം എന്നും ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗപ്രവേശം ലഭിക്കുന്ന ആ ഒരു പ്രസ്തുത വിഭാഗം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഞാനും എൻ്റെ അനുചരന്മാരും ഏതൊരു ആദർശത്തിലാണോ ഉള്ളത് അതിനെ അവലംബിക്കുന്നവരാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുന്നത്. ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി യഥാർത്ഥ ഇസ്ലാം ഏതാണ്, ആരുടേതാണ് എന്ന് മനസ്സിലാക്കാൻ. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കൂടെ ഓർമ്മപ്പെടുത്താം. അവിടുന്ന് പറയുന്നു, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗലബ്ധരായ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുകയും ചെയ്യണം. ആ രൂപത്തിൽ അതിനെ അവലംബിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു പാതക്ക് പുറത്തുള്ള മുഴുവനും യഥാർത്ഥ മുസ്ലിങ്ങളുടെ പാതയല്ല എന്നും നാം ഇവിടെ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത് വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ്. ആ പ്രയോഗം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും കാലത്ത് ഉള്ളത് തന്നെയാണ്. നാളെ ആഖിറത്തിൽ മുഖം വെളുത്തവരായി കാണപ്പെടുന്ന വിഭാഗമാണ് അവർ. അതല്ലാത്ത മുഴുവനും യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ വഴിയല്ല, പുറത്തുള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ ഒരു അടിസ്ഥാനം നാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നല്ല രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. അതിനൊക്കെ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.